അനധികൃത മദ്യവിൽപ്പന കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് കോഴിക്കോട് തോട്ടക്കാട് ഗ്രാമം. മദ്യം വാങ്ങാനെത്തുന്നവരുടെയും മദ്യപരുടെയും ശല്യം കൂടിയതോടെ ഗ്രാമത്തിലെ സ്ത്രീകളും തെരുവിലിറങ്ങി. പക്ഷേ വേറിട്ട ഒരു പ്രതിഷേധമാണെന്ന് മാത്രം. വ്യത്യസ്തമായ ആ സമരത്തിന്റെ റിപ്പോർട്ട് കാണാം. ഏത് ബ്രാൻഡാ വേണ്ടി? ബ്രാൻഡ് ഏതായാലും പോവും. നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് കുടിച്ചോളണേ. ഇവിടെ കിറങ്ങി കിടക്കരുത് കേട്ടോ. പുരുഷന്മാരെ വിളിച്ചോളി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. മദ്യവിൽപ്പന വേണ്ടേ വേണ്ട, മദ്യവിൽപ്പന വേണ്ടേ വേണ്ട. ഇൻകുലാബ് സിന്ദാബാദ്. കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാടങ്ങാടിയിൽ രാവിലെ എത്തിയവർ ആദ്യമൊന്ന് ഞെട്ടി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം റോഡിലിരുന്ന് പരസ്യമായി മദ്യപിക്കുന്നു. കണ്ടുനിന്നവരെ ഒരു പെഗടിക്കാൻ ക്ഷണിക്കാനും അവർ മറന്നില്ല. പ്രദേശത്തെ അനധികൃത മദ്യവിൽപ്പന കാരണം പൊറുതിമുട്ടിയതോടെയാണ് പ്രതീകാത്മക മദ്യപാനവുമായി ഇവർ തെരുവിലിറങ്ങുന്നത്. അനധികൃത മദ്യവിൽപ്പനയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക മദ്യവിൽപ്പനയും മദ്യപാനവും കൂട്ടത്തിലെ മുതിർന്ന അംഗമായ ലീലാമ്മ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വീട്ടിൽ പൊറുതിമുട്ടി, നാട്ടിലും പൊറുതിമുട്ടി. എന്നിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ഇതിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും കേട്ടോ. ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങി. എന്നാലും ഞങ്ങൾ ഇനിയും വിൽപ്പനയൊക്കെ നടത്തും. പൊറുതിമുട്ടി അത്രയ്ക്കും സഹിക്കാൻ വയ്യെന്നായി. അതാണ് അത്. വീട്ടിൽ ചെന്നാൽ ഒരു കുടുംബത്തിലും ഇല്ല സമാധാനം. രാവിലെ പണിക്ക് പോവുക, അത് കിട്ടുന്നത് ഒരു കള്ളിന് മേടിച്ചു വെക്കുക. വീട്ടിലൊരു സമാധാനം ഇല്ല. കുട്ടികളാണ് കൂടുതലായിട്ട്. കള്ള് തന്നെയാണെങ്കിൽ വേണ്ടിയല്ല, മയക്കുമരുന്നുമുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം ചീത്ത പ്രവർത്തികൾ അവിടെ നടക്കുന്നത്. എല്ലാരും കണ്ണടച്ചു. ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ കുടുംബശ്രീക്കാർ ഇറങ്ങിയത്. ഈ പ്രദേശത്ത് അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നവർ നിരവധിയാണ്. കൂടാതെ നാടൻ വാറ്റുചാരായവും സുലഭം. നിരവധി തവണ എക്സൈസിലും പോലീസിലും തെളിവ് സഹിതം നേരിട്ടും ഫോൺ മുഖേനയും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാക്കാത്തതാണ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ടു പോകാൻ കാരണമെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന ആശാ വർക്കർ ശാലി പറഞ്ഞു. പരാതി ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട്. അവര് ചില സമയത്ത് അവരൊന്ന് ജസ്റ്റ് വന്നു പോകും. ആ വന്നു പോകുന്ന പറഞ്ഞാൽ അവര് പിന്നെ പോലീസുമായിട്ട് ഒരു ടൈപ്പ് ഉള്ള പോലെ, അല്ല പോലീസും ഇത് വിൽക്കുന്ന ആൾക്കാരും തമ്മിൽ ഒരു ടൈപ്പ് ഉള്ളതുപോലെയാണ് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് അവര് തേക്കുംകുറ്റി മുക്കത്തൊക്കെ എത്തുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഒന്നുകിൽ ഈ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ആരോ അറിയിച്ചിട്ടുണ്ടാവും. പ്രദേശത്തെ അനധികൃത മദ്യവിൽപ്പന മൂലം പുറത്തുനിന്ന് ആളുകൾ വരുന്നത് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പകൽ നേരങ്ങളിൽ പോലും വഴികൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു. ഇതൊരു സൂചനാ സമരമാണെന്നും ഇനിയും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കുടുംബശ്രീ ADS സെക്രട്ടറി ജയപ്രഭ പറഞ്ഞു. മദ്യവിൽപ്പന കൊണ്ട് നിരവധി വീടുകളിൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഈ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടുംബശ്രീന്റെ ADS യോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു സമരമുറ സംഘടിപ്പിക്കുന്നത്. ഒരു സൂചന മാത്രമാണ്. ഞങ്ങൾ ഇതിന്റെ തുടർ പ്രവർത്തനമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. എക്സൈസിലും പോലീസിലും നിരവധി തവണ പരാതി കൊടുത്തെങ്കിലും നടപടിയില്ലാത്തതിൽ മടുത്താണ് ഇത്തരത്തിൽ പ്രതീകാത്മക പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഈ വീട്ടമ്മമാരും കുട്ടികളും രംഗത്തിറങ്ങിയത്. അങ്ങാടിയിൽ പ്രകടനവും നടത്തിയ ശേഷമാണ് പ്രതിഷേധ പരിപാടി അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.